എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1822 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ ലാസിമ സാദിഖ്, BHMS. ഡോക്ടർ ആദ്യമായിട്ടാണ് നമ്മൾ IFPHൽ ആദ്യമായിട്ടാണ് ക്ലാസ് എടുക്കാൻ എത്തുന്നത്. ഡോക്ടറെ ഈ കുടുംബത്തിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൺസൾട്ടന്റ് ഫിസിഷ്യൻ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്. 8 വർഷത്തിലകം ചികിത്സാനുഭവങ്ങൾ. പൈൽസ് ഹോമിയോപ്പതിയുടെ വെളിച്ചത്തിൽ എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് ഡോക്ടർ ലാസിമ സാദിഖിനെ സ്നേഹപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർക്ക് ആരംഭിക്കാം. ഓക്കെ. ഞാൻ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്. ഗുഡ് ഈവനിങ് ഡോക്ടേഴ്സ്. ഞാൻ 2017 പാസ് ഔട്ട്. പക്ഷെ ഫസ്റ്റ് ടൈമാണ് ഒരു വെബിനാർ സെഷൻ ഇപ്പോ അതിൽ കവിഞ്ഞ് ഒരു ക്ലാസ് എടുക്കണം തന്നെ. ടു ബി ഫ്രാങ്ക് ഫസ്റ്റ് ടൈമാണ്. കൂടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ഡോക്ടേഴ്സ് ക്ലാസ് എടുക്കുന്നത് കണ്ടിട്ട് ഇൻസ്പിറേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ അവിടെ ഇങ്ങനെ കിടക്കുകയായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഞാൻ ധനേഷ് ഡോക്ടറെ അടുത്ത് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചപ്പോഴേക്കും ധൈര്യത്തോടെ ക്ലാസ് എടുത്തോളൂ എന്ന് പറഞ്ഞ് എനിക്കൊരു മോട്ടിവേഷൻ തന്നതിന്റെ പേരിലാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്ത് തരണം. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് പൈൽസിനെ കുറിച്ചിട്ടാണ്. ഇപ്പൊ പൊതുവെ നമുക്ക് പണ്ട് കാലങ്ങളിൽ എന്ന് പറഞ്ഞാല് ഹോമിയോപ്പതി എന്ന് പറയുമ്പം വെറും പനി, ജലദോഷം അതുപോലുള്ള കണ്ടീഷൻസ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ചു കാലങ്ങളായിട്ട് സർജിക്കൽ കേസ് വരെ നമുക്ക് നല്ല രീതിയിൽ ക്യൂർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്നത് പാണ്ടിക്കാട് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റലിലാണ്. 3 വർഷത്തിലേറെ ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതില് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. പൈൽസ് ഫിഷർ ഫിസ്റ്റുല ഡിപ്പാർട്ട്മെന്റിലാണ് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കുറച്ചൊരു എക്സ്പീരിയൻസും കൂടി ഇവിടെ ഷെയർ ചെയ്യാന്നുള്ള ഒരു ഇതിലാണ് വന്നിരിക്കുന്നത്. ഈ സമയം കൊണ്ട് ഒരു കാര്യം ഓർപ്പിക്കുകയാണ്. നമ്മുടെ സെപ്റ്റംബർ 28 നടക്കുന്ന 5 വർഷം പൂർത്തിയാക്കുന്ന ആഘോഷവേളയിൽ എല്ലാവരും തന്നെ രജിസ്റ്റർ ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഓഗസ്റ്റ് 31 മുമ്പ് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 3000 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. എല്ലാവരും എത്രയും വേഗം തന്നെ ഈ ഒരു സംരംഭത്തിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഒരിക്കൽ കൂടി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഇനിയുള്ള കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പൊ ആ സമയത്തിനുള്ളിൽ തന്നെ എല്ലാവരും രജിസ്റ്റർ ചെയ്യണം. ഓക്കെ. ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക് പൈൽസിനെ കുറിച്ചിട്ടാണ്. പൈൽസ് എന്ന് പറഞ്ഞാൽ വീഡിയോ ഓഫ് ആണ്. ആക്ച്വലി കുഴപ്പമില്ല. വീഡിയോ ഓൺ ആക്കാൻ പറ്റുന്നില്ലേ? വേണ്ട. ഇല്ല വീഡിയോ ഓൺ ആക്കാൻ പറ്റുന്നില്ല. ഓക്കെ. പൈൽസിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് ക്ലാസ് എടുക്കുന്നത്. പൈൽസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് വേർഡ് നമുക്ക് ഡിറൈവ്ഡ് ചെയ്തിട്ടുള്ളത് പില എന്ന ഒരു ലാറ്റിൻ വേർഡ് നിന്നാണ്. പില എന്ന് പറഞ്ഞാൽ പന്ത് അല്ലെങ്കിൽ കട്ടിയൊക്കെ എന്നർത്ഥമുള്ള ഒരു വാക്കാണിത്. പൈൽസിന് നമ്മളെ മലയാളത്തിൽ എന്താ പറയാ? അർഷസ് എന്നാണ് പൈൽസിന് നമ്മൾ മലയാളത്തിൽ പറയാറുള്ളത്. ഇനി നമുക്ക് എന്താണ് പൈൽസ് എന്ന് നോക്കാം. പൈൽസ് എന്ന് പറയുന്നത് നമ്മുടെ ഏനൽ കനാലില് അല്ലെങ്കിൽ രക്തത്തിന്റെ അവിടുത്തെ വെയിൻസ് വീക്കം മൂലം ഉണ്ടാവുന്ന ഒരു രോഗാവസ്ഥയാണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പൈൽസ് എന്താണെന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ പൈൽസ് തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അതിലൊന്നാണ് പ്രൈമറി ആൻഡ് സെക്കൻഡറി. ഈ പ്രൈമറി സെക്കൻഡറിയിൽ പ്രൈമറി എന്താന്ന് വെച്ചാല് ഒരു അസുഖവും ഇല്ലാതെ, അതായത് പ്രത്യേകിച്ച് വേറൊരു അസുഖവും ഇല്ലാണ്ട് ഇനീഷ്യൽ സ്റ്റേജിൽ വരുന്നതിന് സ്വതന്ത്രമായി വരുന്ന ഇതിനാണ് പൈൽസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മള് മലബന്ധം ഉണ്ടായതിന്റെ കൂടെ വരുന്നത്, മലബന്ധം കാരണം വരുന്നത്, അതല്ലെങ്കിൽ ഒരുപാട് സമയം ഇരുത്തം വരുന്ന ജോലി ചെയ്യുന്നതിന്റെ പേരിൽ വരുന്നതാണ് പ്രൈമറി പൈൽസ്. സെക്കൻഡറി പൈൽസ് എന്ന് പറഞ്ഞാല് സെക്കൻഡറി പേര് പോലെ തന്നെ ഏതെങ്കിലും ഒരു രോഗത്തിന്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് വരുന്നതാണ്.
അതായത് ഇപ്പൊ നമുക്ക് ഏതെങ്കിലും സെക്കൻഡറി സിസ്റ്റമിക് ഡിസീസ് അല്ലെങ്കിൽ പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ, ഇതൊക്കെ കാരണം ഇതിന്റെ ഒരു സെക്കൻഡറി സ്റ്റേജ് പോലെ വരുന്നതാണ് സെക്കൻഡറി പൈൽസ്. ഇനി നമ്മൾ അടുത്തൊരു ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാല് സിവിയാരിറ്റി അതല്ലെങ്കിൽ ഡിഗ്രി, അതിനനുസരിച്ചിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതാണ്. ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ആൻഡ് ഫോർത്ത്. ഫസ്റ്റ് ഡിഗ്രിയിൽ എങ്ങനെയാന്ന് വെച്ചാൽ അകത്ത് മാത്രം ഉണ്ടാവുള്ളൂ, പുറത്തേക്ക് അത് വരില്ല. ഈ ബൾജിങ് പുറത്തേക്ക് വരില്ല, അതിന്റെ കൂടെ ബ്ലീഡിങ് ഉണ്ടായിരിക്കും. സെക്കൻഡ് ഡിഗ്രി ആവുമ്പോൾ ഈ ഒരു ബൾജിങ് പുറത്തേക്ക് വരും. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഡിഗ്രിയിൽ പറഞ്ഞ ബൾജിങ് ഉള്ളിലുള്ളത് സെക്കൻഡ് ഡിഗ്രി ആവുമ്പോൾ പുറത്തേക്ക് വരും, പക്ഷെ അത് തന്നെ ഉള്ളിലേക്ക് പോകും. പുറത്തേക്ക് വരുന്നത് എപ്പോഴാന്ന് വെച്ചാൽ മോഷൻ പോകുന്ന ആ ഒരു സ്ട്രെയിനിങ്ങിന്റെ സമയത്ത് പുറത്തേക്ക് വരികയും അതിനുശേഷം തന്നെ ഉള്ളിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ. ഇതാണ് സെക്കൻഡ് ഡിഗ്രി എന്ന് പറയുന്നത്. ഇനി സിവിയറിറ്റിയിൽ തേർഡ് സ്റ്റേജ് എന്താന്ന് വെച്ചാൽ തേർഡ് ഡിഗ്രി. തേർഡ് ഡിഗ്രിയിൽ പുറത്തേക്ക് വരും, അത് തന്നെ ഉള്ളിലേക്ക് റിസീഡ് ചെയ്യില്ല, നമ്മൾ വിരൽ കൊണ്ട് ആക്കേണ്ടി വരും അല്ലെങ്കിൽ കൈ കൊണ്ട് ആക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ. ഇതിൽ തന്നെ ഫൈനൽ അല്ലെങ്കിൽ ഫോർത്ത് സ്റ്റേജ് ആണ് ഫോർത്ത് ഡിഗ്രി എന്ന് പറയുന്നത്. ഇതിന്റെ ഈ ഒരു ബൾജിങ് അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ തടിപ്പ് എന്ന് പറയുന്നത് എപ്പോഴും പുറത്തായിരിക്കും, ഉള്ളിലേക്ക് തന്നെ പോകുകയില്ല. ഇനി വിരൽ കൊണ്ടാക്കിയാലും കൈ കൊണ്ടാക്കിയാലും ഒന്നും ഉള്ളിലേക്ക് പോകാത്തൊരവസ്ഥ. ഇതിന്റെ കൂടെ ചിലപ്പം വേദനയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഇപ്പൊ പറഞ്ഞത് നമ്മള് സിവിയറിറ്റി അല്ലെങ്കിൽ ഡിഗ്രി അനുസരിച്ചിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. ഇനി മൂന്നാമത് പറയുന്നത് ലൊക്കേഷൻ, അതായത് എവിടെയാണ് അതിനനുസരിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. അതിൽ മെയിൻ ആയിട്ട് രണ്ടാണ്, പക്ഷെ ഇപ്പൊ നമ്മൾ അതിന്റെ കൂടെ ഒരു തേർഡ് അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു ഇതും കൂടി പറയാറുണ്ട്. ഇതിൽ വരുന്നതാണ് ഇന്റേണൽ പൈൽസ്. ഇന്റേണൽ പൈൽസ് പേര് പോലെ തന്നെ അകത്ത്, രക്തത്തിന്റെ അകത്ത് ഉണ്ടാകുന്നതാണ്. ഇതിൽ തുടക്കത്തില് വേദനയൊന്നും ഉണ്ടാവില്ല, പക്ഷെ ബ്ലീഡിങ് ആയിരിക്കും കൂടുതലായിട്ട് കാണാം. അപ്പം ഇന്റേണൽ പൈൽസ് ആണെങ്കിൽ നെക്സ്റ്റ് എന്തായിരിക്കും? എക്സ്റ്റേണൽ പൈൽസ്. ഇത് നമ്മുടെ രക്തത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ പുറം ഭാഗത്തേക്ക് നമുക്ക് തൊട്ട് നോക്കിയാലൊക്കെ കാണുന്ന രീതിയിലുള്ള ഇതായിരിക്കും ഉണ്ടാവുക. ഇതിന്റെ കൂടെ വേദന ഉണ്ടാകാം, വീക്ക് ഉണ്ടാവാം, ചൊറിച്ചില്, ചില സമയത്ത് ബ്ലഡ് ക്ലോട്ട്സ് ഉണ്ടാകും. ഇനി ഇത് രണ്ടും കൂടി വരുന്ന ഒരു അവസ്ഥയാണ് മിക്സ്ഡ് പൈൽസ്. ചില ആളുകളിൽ അതും കാണാറുണ്ട്. അപ്പൊ ഇപ്പൊ പറഞ്ഞത് നമ്മൾ ലൊക്കേഷൻ അനുസരിച്ചിട്ടുള്ള പൈൽസിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. ഇനി നമുക്ക് കുറച്ച് സിംറ്റംസ് നോക്കാം, എന്തൊക്കെയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്ന്. മെയിൻ ആയിട്ട് മിക്ക കേസിലും നമുക്ക് ബ്ലീഡിങ് കാണാം, പിന്നെ വേദന കാണാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസ്കംഫേർട്ട്. ചോദിച്ചാൽ പറയാ വേദനയല്ല, പക്ഷെ എന്തോ ഒരു ബുദ്ധിമുട്ട്. ഇനി മൂന്നാമത് വരുന്നത് സ്വെല്ലിങ് അല്ലെങ്കിൽ ഒരു ലംബ് പോലെ, തടിപ്പ് പോലെ, അതല്ലെങ്കിൽ ചെറിയ രീതിക്ക് ഒരു പ്രൊലാപ്സ്, ഇത് കാണിക്കാറുണ്ട്. പിന്നെ ഇച്ചിങ് അല്ലെങ്കിൽ എന്തെങ്കിലും തരം ഇറിറ്റേഷൻ, കുറച്ച് സമയം ഇരിക്കുമ്പോഴേക്കും ചൊറിച്ചിലോ ഇറിറ്റേഷനോ അതുപോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കാണിക്കാറുണ്ട്. ഇതിന്റെ കൂടെ തന്നെ സ്ഥിരമായിട്ട് കാണിക്കുന്ന ഒന്നാണ് കോൺസ്റ്റിപ്പേഷൻ, അതായത് മലബന്ധം. പിന്നെ എന്തോ ഒരു കനം പോലെ, ഒരു ഫീലിംഗ് ഓഫ് ഹെവിനെസ്, ഇതും പൈൽസിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിൽ ഒന്നാണ്. ഇനി എന്തൊക്കെയാണ് ഇതിന്റെ കോംപ്ലിക്കേഷൻസ് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു ബ്ലീഡിങ്. ബ്ലീഡിങ് ഹെവി ആയാല് അത് നമുക്ക് അനീമിയയിലേക്ക് വരും. അതായത് ഒരു HB ഒരു ബിലോ 10ന്റെ താഴെ ഒക്കെ വന്നാൽ നമുക്ക് അതൊരു കോംപ്ലിക്കേഷൻ ആയിട്ട് തന്നെ കണ്ടെത്തും. പിന്നെ പ്രൊലാപ്സ്, റെക്ടൽ പ്രൊലാപ്സ് അല്ലെങ്കിൽ ഏനൽ പ്രൊലാപ്സ് ഇതിന്റെ ഒരു കോംപ്ലിക്കേഷൻ ആണ്. ഈ പൈൽസ് ഉള്ള മിക്ക ആളുകളിലും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. കോൺസ്റ്റിപ്പേഷൻ വരുമ്പോൾ മോഷൻ ഹാർഡ് ആകും. അപ്പൊ എന്താ വെച്ചാല് അവിടെ ഒരു വിള്ളല്, ഫിഷർ വരാനുള്ള സാധ്യത ഉണ്ട്. ഫിഷർ വന്നാൽ ഒബ്വിയസ്ലി ഉണ്ടാവുന്നതാണ് ഇൻഫെക്ഷൻ, അല്ലെ? അപ്പൊ ഈ ഫിഷർ നമുക്ക് അൾസറേഷനും ഉണ്ടാക്കും. പിന്നെ വേറൊന്നാണ് ഇതിന്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് വരുന്നത് ഫിസ്റ്റുല. വേറൊരു കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു അസുഖം വന്നാൽ പേഷ്യന്റ് അപ്പൊ ഒരു പനിയോ ജലദോഷം വന്ന പോലെ അത്ര ഒരു എളുപ്പത്തിൽ ഒരു ഡോക്ടറെ കാണിക്കാൻ മടിക്കുന്ന ഒരു അസുഖമാണ്. അപ്പൊ അത് വെച്ചിരുന്ന് ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരും. അതായത് ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂ ആവാൻ സാധ്യതയുണ്ട്. കാരണം മിക്ക പേഷ്യൻസിനും ഇത് പുറമേ ഒരാളടുത്ത്, പ്രത്യേകിച്ച് വീട്ടിലുള്ളവരടുത്ത് പോലും പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരു കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഇതിന്റെ പേരിൽ വരാറുണ്ട്. ഇനി നമുക്കിതിനെ എങ്ങനെ ഡയഗ്നോസ് ചെയ്യാം? അപ്പൊ മുകളിൽ കുറച്ച് സിംറ്റംസ് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് വെച്ച് നമുക്ക് ഡയഗ്നോസ് ചെയ്യാം. അതായത് വേദന, അതല്ലെങ്കിൽ ബ്ലീഡിങ്, സ്വെല്ലിങ്, ലംബ്,
ചൊറിച്ചില്, ഇറിറ്റേഷൻ, ഇതൊക്കെ വെച്ചിട്ട് ഡയഗ്നോസ് ചെയ്യാം. അതല്ലെങ്കിൽ ക്ലിനിക്കൽ എക്സാമിനേഷൻസ് വെച്ചിട്ടും നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. അതായത് ഡിജിറ്റൽ റെക്ടൽ എക്സാമിനേഷൻ, അതല്ലെങ്കിൽ പ്രോക്ടോസ്കോപ്പി, കോളോണോസ്കോപ്പി, അല്ലെങ്കിൽ സിഗ്മോയിഡോസ്കോപ്പി, ഇതൊക്കെ വെച്ചിട്ടും നമുക്ക് പൈൽസ് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. ഇനി ഇതൊക്കെ വന്ന ശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. പക്ഷെ നമുക്ക് വരുന്നതിന് മുന്നേ തന്നെ ഇത് പ്രതിരോധിക്കാം, അല്ലെ? അതിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് നെക്സ്റ്റ് പറയുന്നത്. മെയിൻ ആയിട്ട് ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയതുകൊണ്ട് തന്നെ ഭക്ഷണശീലം നന്നായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ എപ്പോഴും പറയും ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കണം, ഫൈബർ അടങ്ങിയത് കഴിക്കണം എന്നല്ലേ. പക്ഷെ ഫൈബറിൽ തന്നെ നമ്മൾ വാട്ടർ സോലുബിൾ ഫൈബർ ആയിരിക്കണം കൂടുതലായിട്ട് കഴിക്കേണ്ടത്. ഫാറ്റ് സോലുബിൾ ഉണ്ട്, ഇതിൽ തന്നെ വാട്ടർ സോലുബിൾ ആവണം നമ്മൾ കൂടുതലായിട്ട് കഴിക്കേണ്ടത്. ഇനി സീസണൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ധാരാളമായിട്ട് കഴിക്കാം. അതുപോലെ തന്നെ ഹോൾ ഗ്രെയിൻസ്. ഇപ്പൊ നമ്മുടെ ഒരു രീതി എങ്ങനെയാന്ന് വെച്ചാൽ പോളിഷ്ഡ് റൈസ് അല്ലെങ്കിൽ ഗോതമ്പ് ഇപ്പൊ തന്നെ നമ്മൾ മൈദയായിട്ടൊക്കെയാണ് കൂടുതലായിട്ട് കഴിക്കുന്നത്. അത് ഒഴിവാക്കി ഹോൾ ഗ്രെയിന്, പോളിഷ് ചെയ്യാത്ത അൺപോളിഷ്ഡ് ആയിട്ടുള്ള ഗ്രെയിൻസ് ഒക്കെ കഴിക്കുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് ഫൈബർ കിട്ടുക. അതിന്റെ കൂടെ തന്നെ എപ്പോഴും നമ്മൾ ഇപ്പൊ ഫ്രൂട്ട്സ് കഴിക്കണം എന്ന് ഞാൻ തന്നെ പറഞ്ഞു. ഫ്രൂട്ട്സ് എങ്ങനെ കഴിക്കണം? ജ്യൂസ് ആയിട്ട് കഴിക്കണോ അതോ ഹോൾ ഫ്രൂട്ട് ആയിട്ട് കഴിക്കണോ? ജ്യൂസ് ആയിട്ടല്ല, ഹോൾ ഫ്രൂട്ട് ആയിട്ട്. നോർമലി ഇപ്പൊ നമ്മൾ ആപ്പിൾ ഒക്കെ ആണെങ്കിൽ കടിച്ച് കഴിക്കണം എന്ന് പറയും. അതെന്താന്ന് വെച്ചാല് നമ്മൾ ജ്യൂസ് ആയിട്ട് കഴിക്കുമ്പോൾ എക്സ്ട്രാ അതിന്റെ കൂടെ ആർട്ടിഫിഷ്യൽ ഷുഗർ അതല്ലെങ്കിൽ അല്ലെ സ്വീറ്റനിങ് ഏജൻസ് എന്തെങ്കിലും ആഡ് ചെയ്യും. അല്ലാതെ ഒന്നും ഇപ്പൊ ആരും കഴിക്കാറില്ല. കൂടെ ഈ ഫൈബർ ഒക്കെ നശിച്ച് അതായത് ഇപ്പൊ നമ്മൾ ജ്യൂസ് മിക്സർ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ പൊട്ടിപ്പോവാൻ അല്ലെങ്കിൽ ഫൈബർ ഒക്കെ ഡിസ്ട്രോയ് ആയി പോവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ ഹോൾ ഫ്രൂട്ട്സ്, സീസണൽ ഫ്രൂട്ട്സ് ഒക്കെ അതുപോലെ കഴിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഡയറ്റ് ഹാബിറ്റ്സ് ആണ്, എങ്ങനെ ഇത് പ്രിവെന്റ് ചെയ്യാം, പൈൽസ് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്നുള്ളതിലുള്ള ഡയറ്റ് ഹാബിറ്റ്സ്. ഇനി നമ്മൾ പറയുന്നത് ബവൽ ഹാബിറ്റ്സ് ആണ്. അതായത് കോൺസ്റ്റിപ്പേഷൻ ഒഴിവാക്കുക. ഇങ്ങനെ ഒരു കോൺസ്റ്റിപ്പേറ്റഡ് ആവാൻ ചാൻസ് ഉള്ള ആളുകളാണെങ്കിൽ അതിൽ തന്നെ ഫുഡിലും അതുപോലെ നമ്മുടെ ലൈഫ് സ്റ്റൈലിലൊക്കെ മാറ്റങ്ങൾ വരുത്തി റെഗുലർലി ഉള്ള കോൺസ്റ്റിപ്പേഷൻ ഒഴിവാക്കുകയാണ്. പിന്നെ സ്ട്രെയിനിങ്. ചില ആളുകൾ ഇപ്പൊ മൊബൈലൊക്കെ യൂസ് ചെയ്തിട്ട് ബാത്റൂമിൽ ഇരിക്കുന്ന ഒരു ശീലമുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കുന്നതിലേറെ കൂടുതൽ സമയം നമ്മുടെ ശ്രദ്ധ മൊബൈലിൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ ശ്രദ്ധിക്കില്ല എത്ര സമയമാണ് വാഷ്റൂമിൽ ഇരിക്കുന്നത് എന്നുള്ളത്. പിന്നെ ഒന്നുള്ളത് നമ്മുടെ സിറ്റിംഗ് പോസ്റ്റർ ആണ്. പണ്ടൊക്കെ നമ്മൾ ഇന്ത്യൻ ക്ലോസറ്റ് ആണ് യൂസ് ചെയ്തിരുന്നത്. ഇപ്പൊ നമ്മൾ യൂറോപ്യൻ ആയി അല്ലെ, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതിൽ തന്നെ നമ്മൾ ഒരു 60 ഡിഗ്രി ആംഗിളിൽ കുറച്ച് മുന്നോട്ട് ആഞ്ഞിരിക്കണം. സ്ട്രെയിറ്റ് ആയിട്ട് 90 ഡിഗ്രിയിൽ ഇരിക്കാണ്ട് നമ്മുടെ ബോഡി കുറച്ചും കൂടി മുന്നോട്ട് ആഞ്ഞിരിക്കുക. കൂടെ നമ്മൾ ഫൂട്ട് റെസ്റ്റ് പോലെ, അതായത് കാല് കയറ്റി വെക്കാൻ ഹൈറ്റ് ഇല്ലാത്ത ചെറിയ പലക പോലുള്ള കുഞ്ഞ് സ്റ്റൂള് പോലുള്ള എന്തിലെങ്കിലും കാല് കയറ്റി വെച്ച് ഒരു 60 ഡിഗ്രിയിൽ മുന്നോട്ട് ആഞ്ഞിരിക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി നമ്മുടെ ബവൽ മൂവ്മെന്റ് ഈസി ആക്കാൻ സഹായിക്കുന്നതാണ്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ പൈൽസ് പ്രിവെന്റ് ചെയ്യാൻ ചെയ്യേണ്ടത് റെഗുലർ ആയിട്ടുള്ള എക്സസൈസ് ആണ്. അപ്പൊ നമ്മള് കുറെ പേര് ജിമ്മിലൊക്കെ പോവാറുണ്ട്. പക്ഷെ അതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 1-2 മാസം ജിമ്മിൽ പോയിട്ട് നിർത്തും, അല്ലെ, റെഗുലർ ആയിരിക്കില്ല. ഇപ്പൊ റെഗുലർ എക്സസൈസ് ചെയ്താലുള്ള ഒരു ഗുണം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഡൈജഷൻ മെച്ചപ്പെടും. ഡൈജഷൻ മെച്ചപ്പെടുന്നത് വഴി നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഒഴിവാക്കാം. അതുപോലെ തന്നെ ബോഡി വെയിറ്റ് കൂടുന്നത്, വണ്ണം വെക്കുന്നത് ഒഴിവാക്കാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. കൂടെ നമ്മുടെ ഒരു ജോലി ഒരുപാട് സമയം ഇരുത്തം വരുന്നതാണെങ്കിൽ അത് ഒഴിവാക്കുന്നത് വഴി നമുക്ക് ഇതുപോലുള്ള പൈൽസ് പോലുള്ള അസുഖങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ നോക്കുന്നത് എപ്പോഴും ഇപ്പൊ നേരത്തെ പറഞ്ഞു എങ്ങനെ പ്രതിരോധിക്കാം അല്ലെ. ഓക്കെ, അതിന്റെ കൂടെ തന്നെ കുറച്ച് ജനറൽ മാനേജ്മെന്റ് കാര്യങ്ങളും കൂടി പറയാം. അതായത് പൈൽസ് വന്ന ഒരു ആള് എന്ത് ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന് മുൻപും സിറ്റ്സ് ബാത്ത് ചെയ്യുന്നത് നല്ലതാണ്. ഒരു വായ്വട്ടമുള്ള ടബില് കുറച്ച് ചെറു ചൂടുവെള്ളത്തില് ഒന്നുമില്ല, ഇനിയിപ്പോ ഡോക്ടറെ കണ്ടിട്ടില്ലെങ്കിൽ കൂടി കുറച്ച് നമ്മുടെ കല്ലുപ്പോ പൊടിയുപ്പോ ഇട്ടിട്ട് ഒരു 10-15 മിനിറ്റ് ഇരിക്കുന്നത് നല്ലതാണ്. അതിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യും. ഈ ഒരു ബൾജിങ്ങിന്റെ സൈസ് ചുരുങ്ങാൻ സഹായിക്കും. അതുപോലെ തന്നെ ഹൈജീന് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം പൈൽസിലെ മെജോറിറ്റി ഉള്ള ആളുകളിലും
ഫിഷർ ഉണ്ടാവാം. ഫിഷർ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻഫെക്റ്റഡ് അൾസറേഷൻ ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ നന്നായിട്ട് പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ അത് കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് വരാതിരിക്കുള്ളൂ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഫൈബർ റിച്ച് കണ്ടന്റ്, അതും വാട്ടർ സോലബിൾ ഫൈബർ റിച്ച് ഡയറ്റ് ഫോളോ ചെയ്യുക. കൂടെ ഞാൻ നേരത്തെ യൂറോപ്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്ന ഒരു രീതി പറഞ്ഞില്ലേ, അതിന് എനിക്ക് തോന്നുന്നു സ്ക്വാറ്റിംഗ് പൊസിഷൻ അതാണ്. ആ രീതി കുറച്ചും കൂടി ഫോളോ ചെയ്യണത് നല്ലതായിരിക്കും. പിന്നെ കറക്റ്റ് വാഷ്റൂം ടൈമിങ് അത്ര ആവശ്യമുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യുക. അതായത് 1-2 മിനിറ്റിൽ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് പുറത്ത് വരുന്ന ഒരു രീതിയും കൂടി നമ്മൾ ചെയ്യണം. ഇനി ആസ് ഇഫ് നമ്മൾ ഹോമിയോ ഡോക്ടേഴ്സ് ആണല്ലോ, അപ്പൊ നമ്മൾ കുറച്ച് ഹോമിയോപ്പതിക് രീതിയിൽ മയാസ്മാറ്റിക് ബാക്ക്ഗ്രൗണ്ടും കൂടി നോക്കുക അല്ലെ. മയാസം എന്ന് പറഞ്ഞാൽ നമുക്ക് സോർ ഉണ്ട്, സൈക്കോസിസ് ഉണ്ട്, സിഫിലിസ് ഉണ്ട് മെയിൻ ആയിട്ട്. പിന്നെ മിക്സ്ഡ് മയാസംസ് വേറെ ഉണ്ട് താനും. ഈ സോറയെ തന്നെ നമുക്ക് ഇന്റർ കറന്റ് ആയിട്ട് ഇപ്പൊ ഈ ഒരു പേഷ്യന്റ് സോറ ആണെങ്കിൽ ഇന്റർ കറന്റ് ആയിട്ട് സോറിക് മെഡിസിൻസ് കൊടുത്താൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് നമുക്കത് മാനേജ് ചെയ്യാൻ കഴിയും. അപ്പൊ സോറിക്കിനെ എങ്ങനെ കണ്ടെത്താന്ന് വെച്ചാല് മിക്ക കേസിലും ഒരു ഡ്രൈനസ് കംപ്ലീറ്റ് ഉണ്ടായിരിക്കും പേഷ്യന്റിന്, അല്ലെങ്കിൽ ഒരു ഇൻകംപ്ലീറ്റ് സെൻസേഷൻ അല്ലെ, ബാത്റൂം പോയി കഴിഞ്ഞാൽ ഇനിയും പോകാനുണ്ട് എന്നുള്ളൊരു തോന്നൽ. അതല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ. ഈ കോൺസ്റ്റിപ്പേഷൻ വരുന്നത് എന്താണ്, നമ്മുടെ സോറ എന്ന് പറയുമ്പോൾ ഡെഫിഷ്യൻസി അല്ലെ, അപ്പൊ കോൺസ്റ്റിപ്പേഷനും അത് കാരണമാണല്ലോ വരുന്നത്. അപ്പൊ ഇതുപോലുള്ള കംപ്ലൈൻസ് ഉള്ള പേഷ്യൻസിന് നമുക്ക് സോറയായിട്ട് ഏകദേശം കണ്ടെത്തിയിട്ട് സോറിക് ആയിട്ടുള്ള ഏതെങ്കിലും മെഡിസിൻസ് ഇന്റർ കറന്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട്സ് കിട്ടും. ഇനി സൈക്കോട്ടിക് ആണെങ്കിൽ നമുക്ക് പൈൽസിന്റെ ബൾജിങ് അത്യാവശ്യം നന്നായിട്ടുണ്ടായിരിക്കും. അതിന്റെ കൂടെ ബ്ലീഡിങ് ഉണ്ടാവാം, മ്യൂക്കസ് ഡിസ്ചാർജ്, ഒരു കൊഴുത്ത ദ്രാവകം പോലെയൊക്കെ വരുന്നത്. ഈ ഒരു കണ്ടീഷനൊക്കെ ഉള്ള ഒരു പൈൽസ് പേഷ്യന്റ് ആണ് നമ്മുടെ അടുത്ത് വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ സൈക്കോസിസ് ആവാം. അപ്പൊ സൈക്കോട്ടിക് റെമഡീസ് ഏതെങ്കിലുമൊക്കെ നമുക്ക് കൊടുക്കാം അല്ലെ. കാരണം സൈക്കോസിസ് എന്ന് പറയുമ്പോൾ ബലൂണിങ് ആണ്. അപ്പം എൻലാർജ്ഡ് അല്ലെങ്കിൽ കൺജസ്റ്റഡ് പൈൽസ് പറയുമ്പോൾ ബലൂണിങ് ആണല്ലോ വരുന്നത്, ഒരു വീർത്തൊരവസ്ഥ. അപ്പൊ സൈക്കോസിസ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഇനി സിഫിലിസ് എങ്ങനെയെന്ന് വെച്ചാല് ക്രോണിക് ആയിട്ടുള്ള പൈൽസ് ആണ്, ഒരുപാട് കാലമായിട്ടുള്ള പൈൽസ്, അതിന്റെ കൂടെ അൾസറേഷൻ, വിള്ളൽ ഉണ്ടാവുക അല്ലെ, ഡിസ്ട്രക്ഷൻ ആണല്ലോ അൾസറേഷന്, അല്ലെങ്കിൽ പെയിൻഫുൾ ഫിഷർ. ഇതിന്റെ ഒക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് സിഫിലിസ് ആയിട്ട് ഈ പേഷ്യന്റിനെ കണക്കാക്കി ഇന്റർ കറന്റ് ആയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു സിഫിലിറ്റിക് റെമഡി കൊടുക്കാം. ഇതെന്ന് പറഞ്ഞാല് നമുക്ക് ഇതിന്റെ പിന്നീട് വരാതിരിക്കാൻ പ്രിവെൻഷൻ എന്ന രീതിക്ക് നമുക്ക് ഈ രീതിയിൽ ഒന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ട് മെഡിസിൻസ് കൊടുത്താൽ നല്ലതായിരിക്കും. ഇനി എന്താന്ന് വെച്ചാല് കുറച്ച് ഹോമിയോപ്പതിക് മാനേജ്മെന്റ്സ് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ എയ്സ്കുലസ് ക്യൂ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഇച്ചിങ് ഉള്ള കേസിൽ എയ്സ്കുലസ് നമുക്ക് നല്ല എഫക്റ്റീവ് ആണ്. ഈ എയ്സ്കുലസിന്റെ കൂടെ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് സൾഫർ അല്ലെ. സൾഫർ എല്ലാവർക്കും അറിയുന്ന ഒരു റെമഡിയാണ്, ഇച്ചിങ് കേസിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പം സൾഫർ ആവുമ്പോൾ പിന്നെ ലോങ് സ്റ്റാൻഡിങ് പൈൽസ് ആയിരിക്കും, ഇച്ചിങ്ങിന്റെ കൂടെ തന്നെ ബേണിംഗ് ഉണ്ടാവാം. അതുപോലെ തന്നെ പേഷ്യന്റ് കുറച്ചൊരു അൺടൈഡി ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ നമുക്ക് സൾഫർ കൊടുക്കാം. ഇനി വേറെ എന്താന്ന് വെച്ചാൽ ഹെമാമുലസ്. മിക്ക കേസിലും ഇപ്പൊ നമുക്ക് ഓവർ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ, ബ്ലീഡിങ് ഫ്രം എനി ഓറിഫൈസ്, എന്ത് കണ്ടീഷനിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു റെമഡിയാണ് ഹെമാമുലസ് അല്ലെ. പ്രൊഫ്യൂസ് ബ്ലീഡിങ് ആയിരിക്കും ഇതിലും, നല്ല ബ്രൈറ്റ് റെഡ് ബ്ലീഡിങ് ആയിരിക്കും. അപ്പം അത് ഈ ബ്ലീഡിംഗ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരു മോഷൻ പോയി കഴിയുമ്പോഴേക്ക് പേഷ്യന്റ് നല്ല വീക്ക് ആയിരിക്കും. അപ്പൊ ഇതിന്റെ കൂടെ ഒരു വെരിക്കോസ് വെയിൻ ടെൻഡൻസിയും കൂടി ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഹെമാമുലസ് ക്യൂ കൊടുക്കാം, BD ആയിട്ട് തന്നെ കൊടുക്കാം. പിന്നെ കൊളിൻസോണിയ ഏത് കണ്ടീഷനിലാന്ന് വെച്ചാല് നല്ല ഡ്രൈ ആയിട്ടുള്ള മോഷൻ ആണെങ്കിൽ, വിത്ത് കോൺസ്റ്റിപ്പേഷൻ ആണെങ്കിൽ നമുക്ക് കൊളിൻസോണിയ ഇൻഡിക്കേറ്റഡ് ആണ്. അതുകൂടാണ്ട് തന്നെ പ്രഗ്നന്റ് വിമന്, നമുക്ക് മിക്ക കേസിലും ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ പേടി ഉള്ളതാണ് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് മെഡിസിൻസ് കൊടുക്കാൻ പറ്റുമെന്ന്. കൊളിൻസോണിയ കുറച്ചും കൂടി ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള റെമഡിയാണ് അല്ലെ. ഇനി ഇതൊരു പൈൽസ് നമ്മളൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണെന്ന് പറഞ്ഞു അല്ലെ. അതായത് സെഡൻറ്ററി ലൈഫ്, അതല്ലെങ്കിൽ നമ്മൾ ബിവറേജസ് ഒക്കെ കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യുന്നത് കാരണം, അതല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കോൺസ്റ്റിപ്പേഷൻ വരുന്നത് കാരണം, ഒരു ഇറിറ്റബിൾ ആയിട്ടുള്ള ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് നക്സോമിക്ക കൊടുക്കാം.
പ്രത്യേകിച്ച് ഡെയിലി ഡോസും കൊടുക്കാം. പക്ഷെ ഈവനിങ് ആ ടൈമിൽ ആയിരിക്കും കുറച്ചും കൂടി പ്രിഫറബിളി കൊടുക്കാൻ നല്ലത് അല്ലേ. കോൺസ്റ്റിപ്പേഷൻ ഉള്ള പൈൽസ് കേസിൽ ഒബ്വിയസ്ലി നമുക്ക് ഫിഷർ ഉണ്ടാകും. ഫിഷർ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ബേണിംഗ് പെയിൻ ഉണ്ടായിരിക്കും അല്ലെ. പ്രത്യേകിച്ച് നമ്മളൊരു ഗ്ലാസ് പീസ് കൊണ്ട് മുറിവായിക്കുന്ന രീതിയിലുള്ള ബേണിംഗ് പെയിൻ ഒക്കെ വന്നാൽ നമുക്ക് ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു മെഡിസിൻ ആണ് റെറ്റാനിയ ക്യൂ. ഇതൊക്കെ ഞാൻ പൊതുവെ മദർ ടിഞ്ചർ ആയിട്ടാണ് കേട്ടോ കൊടുക്കാറുള്ളത്. കാരണം ഡ്രഗ് ലെവൽ പ്രിസ്ക്രിപ്ഷൻ ആണിത്. ഇനീഷ്യലി ഒരു പേഷ്യന്റ് വരുമ്പോൾ എന്ത് സിംറ്റം ആണോ അപ്പൊ നമുക്ക് ആ സമയത്ത് പോയി കോൺസ്റ്റിറ്റ്യൂഷണൽ ഓക്കെ അറിയണവർക്ക് കൊടുക്കാം. പക്ഷെ നമുക്ക് പ്രൈം ആൻഡ് ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ പേഷ്യന്റിന്റെ അപ്പുള്ള സിംറ്റംസ് കുറയ്ക്കാന്നുള്ളതാണ് അല്ലെ. അപ്പൊ അതിന് നമ്മൾ ഡ്രഗ് ലെവൽ പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ക്യൂർ ചെയ്യാനല്ല, മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന്റെ കൂടെ തന്നെ ഒരു ഭയങ്കര സിവിയർ ആയിട്ടുള്ള ഫിഷറിന്റെ പെയിൻ ഒക്കെ വരികയാണെങ്കിലും റെറ്റാനിയ കൊടുക്കാൻ പറ്റും. ഇനി നമുക്ക് എപ്പോഴും ഇപ്പൊ പേഷ്യൻസ് നമ്മൾ ക്ലിനിക്കിൽ വരികയാണെങ്കിൽ എന്ത് കണ്ടീഷൻ ആണെങ്കിലും, അതായത് പൈൽസ് ആണെങ്കിലും ഫിഷർ ആണെങ്കിലും ഫിസ്റ്റുല ആണെങ്കിലും പേഷ്യന്റ് പറയാൻ എന്തായിരിക്കും, ഡോക്ടറെ എനിക്ക് പൈൽസ് ആണെന്നാണ് അല്ലെ. അപ്പൊ നമ്മൾ വേണം അത് ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് നടത്താൻ. ഇനി നമുക്ക് അതിലൊരു കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ എന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ വഴി കൺഫേം ചെയ്യാവുന്നതാണ്. കാരണം മിസ് ഡയഗ്നോസ് ചെയ്താൽ ഇൻ കേസ് നമ്മുടെ കയ്യിൽ നിന്ന് ആ പേഷ്യന്റ് പോയി കഴിഞ്ഞ് വേറെ ആരുടെങ്കിലും പോയി അവർ നന്നായിട്ട് ഡയഗ്നോസ് ചെയ്താൽ നമുക്ക് തന്നെ അതൊരു ചീത്തപ്പേരായിരിക്കും. അപ്പം നല്ല രീതിയിൽ ഡയഗ്നോസ് ചെയ്യാന്നുള്ളതും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ പേഷ്യന്റിന്റെ അടുത്ത് നന്നായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യണം. പൈൽസ് അല്ലെങ്കിൽ ഫിഷർ ആണെങ്കിലോ ഫിസ്റ്റുല ആണെങ്കിലും നമ്മുടെ ഹാബിറ്റ്സ് നിന്ന് വരുന്ന ഒരു അസുഖമായതുകൊണ്ട് മെഡിക്കേഷൻ മാത്രമല്ല, നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറ്റിയാലേ കറക്റ്റ് ആയിട്ട് നമുക്കത് റിവേഴ്സ് ബാക്ക് ആക്കാൻ പറ്റുള്ളൂ. എൻ്റെ ഒരു അറിവില് തേർഡ് സ്റ്റേജ് വരെ, പൈൽസിൽ തേർഡ് സ്റ്റേജ് വരെ നമുക്ക് മെഡിസിനൽ മാനേജ്മെന്റ് പോസിബിൾ ആണ്. ഫോർത്ത് ആവുമ്പോൾ നമുക്ക് എത്രത്തോളം പേഷ്യന്റിന്റെ കണ്ടീഷൻ ഒക്കെ നോക്കിയിട്ടായിരിക്കും. അത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ മിക്ക കേസിലും നമുക്കൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സിംറ്റംസ് ഒക്കെ കുറഞ്ഞു വരും പേഷ്യന്റിന്റെ, പക്ഷെ ആ ഒരു ബൾജിങ് അല്ലെ, ബൾജിങ് നമുക്കൊരു ഫിസിക്കൽ ചേഞ്ച് ആ പേഷ്യന്റിന്റെ ശരീരത്തിൽ വന്നത് കൊണ്ട് തന്നെ ടൈം എടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ പേഷ്യന്റിന് അതിലും നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത് ഈ ബൾജിങ് കുറഞ്ഞിട്ടുണ്ടായിരിക്കാം, പിന്നെ വന്നത് സ്കിൻ ടാഗ് ആണ്. സ്കിൻ ടാഗ് പൊതുവേ അത് അതുപോലെ തന്നെ നിൽക്കുന്നതാണ്. എനിക്ക് അത്ര സ്കിൻ ടാഗിൽ റിസൾട്ട്സ് കിട്ടിയിട്ടില്ല കേട്ടോ. ബാക്കി സിംറ്റംസ് ഒക്കെ കുറഞ്ഞാലും സ്കിൻ ടാഗ് അതുപോലെ നിന്നൊരു ഇതാണ് കണ്ടുവന്നിട്ടുള്ളത്. ഇനി ഇപ്പം കുറച്ച് സിംറ്റംസ് ഒക്കെ പറഞ്ഞു. ഇനി നമുക്ക് ബോറിക്കിലാണെങ്കിലും എങ്ങനെ നമുക്ക് ഇത് കണ്ടുപിടിക്കാന്നുള്ളത്, അതായത് ബോറിക് റെപ്പർട്ടറിയിൽ എങ്ങനെ സിംറ്റംസ് കണ്ടുപിടിക്കാന്നുള്ളത്. അപ്പം റെക്റ്റ് ആണല്ലോ മെയിൻ ആയിട്ട് പൈൽസിന്റെ ഒരു ലൊക്കേഷൻ. അപ്പം റെക്റ്റത്തിൽ ഹെമറോയിഡ്സ്, അതിൽ ബ്ലീഡിങ്, അങ്ങനെ ഒരു റൂബ്രിക് എടുത്താൽ നമുക്ക് ഹെമാമിലസ് അല്ലെ, നേരത്തെ പറഞ്ഞ ബ്ലീഡിങ് റെമഡി ആയ ഹെമാമിലസ്, മില്ലിഫോളിയം, അതുപോലെ ആലോസ്, കൊളിൻസോണി ഒക്കെ കൊടുക്കാം. ഇനി ബ്ലീഡിംഗ് ഒന്നും ഇല്ലാത്തൊരു പൈൽസ് അങ്ങനെയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് എയ്സ്കുലസ്. പിന്നെ സൾഫറും ഇതിന് ഇൻഡിക്കേറ്റഡ് ആണ് കേട്ടോ. പിന്നെ പ്രൊട്രൂഡിങ് അല്ലെങ്കിൽ പ്രൊലാപ്സ് വരുന്ന പൾസിനാണെങ്കിൽ നമുക്ക് മ്യൂരിയാറ്റിക് ആസിഡ് കൊടുക്കാം, ആലോസും. കാരണം ഗ്രേപ്സ് ലൈക്ക് ബഞ്ചസ് വരുന്നത് നമുക്ക് ആലോസിലാണ്. നമ്മൾ ബോറിക് റെപ്പർട്ടറിയിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ആലോസ് നമുക്ക് ഇൻഡിക്കേറ്റഡ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. നേരത്തെ നമ്മൾ പ്രഗ്നൻസി ടൈമിൽ കൊടുക്കാൻ പറ്റുന്ന മെഡിസിൻ കൊളിൻസോണിയ കണ്ടു. കൂടെ നമുക്ക് സൾഫറും ചില കേസിൽ ഇൻഡിക്കേറ്റഡ് റെമഡി ആയിട്ട് കൊടുക്കാവുന്നതാണ്. ഇത്രയൊക്കെയാണ് ഞാൻ റെഡിയാക്കിയിട്ടുള്ളത്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡോക്ടറുടെ ഈ ക്ലാസ്സിൽ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ എന്തെങ്കിലും അഭിപ്രായം പറയണമെങ്കിലോ അതുപോലെ എന്തെങ്കിലും മിസ്റ്റേക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സീനിയർ ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പം എന്തെങ്കിലും ഇതിനോട് കൂട്ടിച്ചേർക്കുന്നതിനും ഹാൻഡ് റൈസ് ചെയ്യണം, അൺമ്യൂട്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് കുറച്ച് സമയമുണ്ട്, 20 മിനിറ്റോളം ഉണ്ട്. എല്ലാവർക്കും ഇന്ററാക്ട് ചെയ്യാവുന്നതാണ്. ഹാൻഡ് റൈസ് ചെയ്യണേ.
ഡോക്ടർ ഇതിന് നമ്മൾ ഈ ചിക്കനും മുട്ടയും ഒക്കെ കഴിക്കുന്ന ഇച്ചിരി പ്രശ്നം കാണിക്കുന്നുണ്ടല്ലോ, അത് ഞാൻ പറയാറ് എന്താന്ന് വെച്ചാല്, ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത് ഭക്ഷണം കഴിക്കാനാണല്ലോ ഒബ്വിയസ്ലി, അല്ലെ? അപ്പൊ പേഷ്യൻസിന്റെ അടുത്തൊക്കെ നിങ്ങൾ അത് മുഴുവനായിട്ട് ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്ന് അറിയില്ല. അപ്പം കുറഞ്ഞ അളവില് ചിക്കനും മുട്ടയൊക്കെ കഴിക്കാൻ പറയാറുണ്ട്. പിന്നെ ചില പേഷ്യൻസ് ഓക്കെ, ഒബ്വിയസ്ലി അവർ നമ്മൾ എന്ത് പറഞ്ഞാലും കേൾക്കും. അപ്പൊ അവരുടെ അടുത്ത് ഓക്കെ, ഓപ്പൺ ആയിട്ട് തന്നെ പറയും. നമ്മൾ വർക്ക് ചെയ്യുന്നിടത്ത് ഇതിനായിട്ടൊരു ഡയറ്റ് പ്ലാൻ ഉണ്ട്. അതിൽ ചിക്കൻ മുട്ടയൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറയാറുണ്ടെങ്കിൽ കൂടി ചില പേഷ്യൻസിന് അത് അക്സെപ്റ്റബിൾ അല്ല. അപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നോൺ വെജ് കറി വെച്ചൊക്കെ കഴിച്ചോളൂ, അതിന് ഡബിള് വെജിറ്റബിൾസ്, അതും നമുക്ക് റോ ആയിട്ട് വാട്ടർ കണ്ടന്റ് കൂടുതലുള്ള വെജിറ്റബിൾസും കഴിക്കാൻ പറയാറുണ്ട്. പിന്നെ അല്ലെങ്കിൽ ആ സിംറ്റംസ് കുറയോളെങ്കിലും ഒന്ന് അവോയ്ഡ് ചെയ്യാൻ. പക്ഷെ അതൊന്നും എത്രത്തോളം പ്രാക്ടിക്കൽ ആണ് നമ്മള്, അല്ലെ, അവര് പറയാ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് എങ്ങനെ ഡോക്ടറെ നമ്മൾ നല്ല രീതിയിലുള്ള ആൾക്കാരുണ്ട്. പക്ഷെ നല്ല സിവിയർ സിംറ്റംസ് ആണെങ്കിൽ ഒഴിവാക്കുന്നവരുണ്ട്. അല്ല, അത് ശരിക്കും ഒഴിവാക്കുന്നവർക്ക് പെട്ടെന്ന് കുറയുന്നുണ്ട്. ആ, അതെ അതെ. അല്ല, അത് നമ്മൾ പറയാറുണ്ട്. ഇങ്ങനെയൊക്കെയാണ്, നിങ്ങൾക്ക് സ്ലോ ആയിട്ട് കുറഞ്ഞാൽ മതി, ഫുഡിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ ഓക്കെ എന്ന് പറയും. കാരണം ഇപ്പൊ നമ്മൾ പണ്ടത്തെ പോലെയൊന്നും അല്ല ആൾക്കാര്. നമുക്ക് കൺവിൻസ് ചെയ്ത് കിട്ടാനൊക്കെ നല്ല പാടാണ്. അവർക്ക് മെഡിസിൻ കഴിക്കുന്നുണ്ടല്ലോ, അത് മതി, അതിൽ കുറയണം. ഫുഡൊക്കെ നമ്മള്, പിന്നെ അവരുടെ ഒരു ജോലി, എല്ലാരും പറയും എക്സസൈസ് ചെയ്യാനൊന്നും സമയമില്ല, അതല്ലെങ്കിൽ അവരുടെ ഓഫീസ് വർക്ക് ഒക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ഓഫീസ് വർക്ക്. പക്ഷെ നമ്മളത് കുറേ മാനേജ് ചെയ്ത് പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെയൊക്കെയാണ്, നിങ്ങൾ ഇതിനനുസരിച്ച് ലേറ്റ് നൈറ്റ് ഫുഡിങ്, അതല്ലെങ്കിൽ ടൈം തെറ്റിയിട്ടുള്ള ഫുഡ്, അതൊക്കെ ചെയ്ത് അതുപോലുള്ള ഇഷ്യൂസ് വരാം. പിന്നെ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നമുക്ക്, നമ്മൾ തന്നെ പറയാറുണ്ട്, സർജറി ഒക്കെ ആയിരിക്കും ഓപ്ഷൻ. അതിന്റെ ഒരു കോംപ്ലിക്കേഷൻസ് ഒക്കെ പോവാതിരിക്കാൻ നിങ്ങൾ ഫുഡും ലൈഫ് സ്റ്റൈലും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും, എഡ്യൂക്കേറ്റ് ചെയ്യാറുണ്ട്. ഇത് ഈ പിന്നെ എരിവ് പറയാറുണ്ടോ? കുരുമുളക് കഴിച്ചാൽ ചിലർക്ക് ബ്ലീഡിങ് ഉണ്ടാകുന്നുണ്ട്. സ്പൈസി എന്ത് തരം മസാലാസും അവർക്ക് ഇറിറ്റേഷൻസ് ഉണ്ടാക്കും ഒബ്വിയസ്ലി. അത് കുരുമുളകാണെങ്കിലും മുളക് പൊടി ആണെങ്കിലും നമ്മുടെ പച്ചമുളക് ആണെങ്കിലും ഒക്കെ ഇറിറ്റേഷൻസ് ഉണ്ടാക്കാറുണ്ട്. അത് ഇതൊക്കെ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ കുറച്ചും കൂടി പറയാറുണ്ട് പേഷ്യൻസിന്റെ അടുത്ത്. അതുപോലെ തന്നെ ഡീപ് ഫ്രൈ ചെയ്തത്, പിന്നെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള, ഇപ്പൊ നമ്മുടെ ഈ അൽഫാം, ഷവർമ, അതായത് ഫ്ലെയിമില് അല്ലെങ്കിൽ ചാർക്കോളിലൊക്കെ ഇട്ട് കുക്ക് ചെയ്യണ തരം ഐറ്റംസ് ഒക്കെ ഇഷ്യൂസ് തന്നെയാണ്. കാരണം അതൊക്കെ അവർക്ക് ഡൈജസ്റ്റ് ആവാനും അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ ഒന്ന് ഇടപെടുവാണ്. നാളത്തെ ഒരു ക്ലാസ്സിനെ കുറിച്ച് പ്രത്യേകമായിട്ടൊന്ന് പറയേണ്ടതുണ്ട്. നാളെ നമുക്ക് പിന്നെ യുവജന വേദിയാണ് നടക്കുന്നത്. അതിനകത്ത് നമ്മളുടെ യുവജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു ചർച്ചയാണുള്ളത്. ഹോമിയോപ്പതി വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്ന ചർച്ചയാണ്. അതിൽ BHMS 4ാം വർഷം NSS ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിൽ ആതുരാശ്രമത്തിൽ നിന്ന് ശ്രീ ഗിരിശങ്കർ മോഹൻ, അതുപോലെ MD 1ാം വർഷം ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ് കോഴിക്കോട് നിന്ന് ഡോക്ടർ ശ്രീലക്ഷ്മി ശങ്കർ, BHMS 3ാം വർഷം NSS ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ് ആതുരാശ്രമം മിസ് ആര്യ AR, ശ്രീ അനുചന്ദ് KV, BHMS 2ാം വർഷം ഡോക്ടർ പടിയാർ മെമ്മോറിയൽ ഹോമിയോ മെഡിക്കൽ കോളേജ്. ഇങ്ങനെ 4 വിദ്യാർത്ഥികളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. നാളത്തെ ഈ ഒരു ചർച്ചയിലും എല്ലാവരും പങ്കെടുക്കണമെന്ന് ഒരിക്കൽ ഒന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇനി ആർക്കെങ്കിലും ഡോക്ടറോട് പറയാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണേ, സമയം കളയല്ലേ. അതുപോലെ തന്നെ ഈ എല്ലാവരുടെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തലായിട്ട് ഒന്നുകൂടെ പറയുന്ന 5ാം വർഷത്തിന്റെ ആഘോഷ പരിപാടി സെപ്റ്റംബർ 28ാം തീയതി കൊച്ചി രാജ് വിവന്ത ഹോട്ടലിൽ വെച്ച് നടക്കുന്നുണ്ട്. ഇതിൽ ഇരിക്കുന്ന ആരും തന്നെയും വരാതിരിക്കരുത്. എല്ലാവരും അതിൽ പങ്കെടുത്ത് എല്ലാവർക്കും പരസ്പരം കാണാനും കൂടുതൽ അറിയാനുമുള്ള ഒരു അവസരമാണ്. എല്ലാവരും ആ ഒരു ചടങ്ങിലും എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. ഓഗസ്റ്റ് 31 വരെ 3000 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. സമയം കളയാതെ എല്ലാവരും അതിൽ കൂടി രജിസ്റ്റർ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഡോക്ടറെ, നമുക്ക് 3rd ഡിഗ്രി പൈൽസ് നമുക്ക് എത്രത്തോളം പേഷ്യന്റിന് നമുക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റും? അപ്പം അത് മാറും അല്ലെങ്കിൽ നമുക്ക് സർജറിക്ക് വിടേണ്ട കാര്യം ഉണ്ടാവും, എങ്ങനെയാ? 3rd ഡിഗ്രി പൈൽസ് നമ്മൾ ഹോസ്പിറ്റൽ
ചെയ്യണം എന്താ വെച്ചാൽ ഒരു 3 month ഒക്കെ ട്രീറ്റ് ചെയ്ത് നോക്കും. അതിൽ തന്നെ നമുക്ക് നല്ല രീതിക്ക് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യാറുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഓപ്പൺ ആയിട്ട് റെഫർ ചെയ്യാറുണ്ട്. സിംറ്റംസ് ഒക്കെ കുറഞ്ഞു വരികയാണെങ്കിൽ ഒബ്വിയസ്ലി നമ്മളത് നമ്മുടെ മെഡിസിൻ കൊണ്ട് തന്നെ ഇതാക്കും. ഒരു 60 to 70% കേസിൽ നമുക്ക് 3rd ഡിഗ്രിയിലെ റിസൾട്ട്സ് കിട്ടുന്നുണ്ട് കേട്ടോ. കാരണം പേഷ്യൻസ് നല്ല സപ്പോർട്ടീവ് ആയിരിക്കും. അപ്പം അവരും തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും അല്ലെ. നല്ല ബുദ്ധിമുട്ടുള്ള സമയമൊക്കെയാണ് ഈ 3rd ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പൊ ഒബ്വിയസ്ലി നമ്മൾ പറയുന്ന രീതിക്ക് ഡയറ്റും അതുപോലെ തന്നെ മെഡിസിൻസും പിന്നെ സിറ്റ്സ് ബാത്ത് നല്ല ഇമ്പോർട്ടന്റ് ആണ്. നമ്മള് കലൻഡുല ക്യൂ ആണ് സിറ്റ്സ് ബാത്തിന് കൊടുക്കാറുള്ളത് കേട്ടോ. അത് വെച്ചിട്ട് 2 നേരം സിറ്റ്സ് ബാത്ത് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിക്ക് റിസൾട്ട്സ് കിട്ടാറുണ്ട്. അതേപോലെ ഇപ്പം സിംറ്റംസ് ഒക്കെ കുറഞ്ഞുണ്ടാവും, പക്ഷെ തടിപ്പ് അവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ കേസിൽ നമ്മൾ അതെ, നമ്മുടെ സ്ക്രോഫുലേറിയ നോഡോസ ക്യൂ, പിന്നെ പെയിൻഫുൾ ബൾജിങ് ഉള്ള കേസിൽ നെഗുണ്ടിയം ക്യൂ, ഇതൊക്കെ റിസൾട്ട്സ് കിട്ടാറുണ്ട്. വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഇവര് ഉദ്ദേശിക്കുന്ന തടിപ്പ് സ്കിൻ ടാഗ് ആണെങ്കിൽ അത് അവിടെ തന്നെ സസ്റ്റെയിൻ ചെയ്യാനുള്ള ചാൻസസ് ആണ് കൂടുതൽ. അതല്ല പൈൽസിന്റെ ബൾജിങ് ആണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ റിസൾട്ട്സ് കിട്ടാറുണ്ട് ഈ പോലുള്ള മെഡിസിൻസ് നമ്മൾക്ക് കൊടുക്കുകയാണെങ്കിൽ. നെഗുണ്ടിയം അതല്ലെങ്കിൽ സ്ക്രോഫുലേറിയ, തൂജ, ഇതൊക്കെ കൊടുത്താൽ നമുക്കതൊന്ന് ചുരുങ്ങി വരുന്നതായിട്ട് കാണാം. പിന്നെ സിറ്റ്സ് ബാത്ത് ചെയ്താലും നമുക്ക് ചുരുങ്ങി വരുന്നതായിട്ട് കാണാറുണ്ട്. കാൽക്കേരിയ ഫ്ലോർ ഗുണം ചെയ്യുന്നുണ്ട് ഡോക്ടറെ? കൽക്കേരിയ ഫ്ലോറിലെ ഓക്കെ, കൽക്കേരിയ ഫ്ലോർ നമ്മൾ 6x റിപ്പീറ്റഡ്ലി 505 ഒക്കെ ആയിട്ട് ഇതിന്റെ കൂടെ കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ എക്സ്റ്റേണൽ അപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് ചില ഓയിൻമെന്റ്സും നമ്മുടെ തന്നെ ഹോമിയോ പൈൽസ്, അതുപോലെ FP ഓയിൻമെന്റ്, കലൻഡുല ഓയിൻമെന്റ്, പൈൽസ് ഫിൽ ഓയിൻമെന്റ്, ഇതൊക്കെ കൊടുക്കാറുണ്ട്. കാരണം ചില പേഷ്യൻസ് നമ്മുടെ അടുത്ത് ഡിമാൻഡ് ചെയ്യും, ഡോക്ടറെ എന്താണെങ്കിലും ഓയിൻമെന്റോ. അതുപോലെ നമ്മുടെ കലൻഡുല ഡ്രസ്സിംഗ് പൗഡർ ഉണ്ട്, ഫിഷർ കേസിൽ നമുക്കത് അവിടെ അപ്ലൈ ചെയ്യാൻ. അതല്ലെങ്കിൽ ഗൺ പൗഡർ 3x, ടാബ്ലറ്റോ പൗഡറോ, ടാബ്ലറ്റ് ആണെങ്കിൽ പൊടിച്ചിട്ട് അവിടെ അപ്ലൈ ചെയ്യണം, പൗഡർ ഫോം നമുക്ക് അവൈലബിൾ ആണ്. ഇതും നമുക്ക് ഫിഷർ, ആ വിള്ളല് പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് സിറ്റ്സ് ബാത്ത് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു ഓയിൻമെന്റ് പുരട്ടുമ്പോൾ ഒരു നനവുണ്ടായിരിക്കില്ല, അതിന്റെ മുകളിൽ ഈ പൗഡർ അപ്ലൈ ചെയ്യുന്നത് നല്ല എഫക്റ്റീവ് ആയിട്ട് വരാറുണ്ട്. ഓയിൻമെന്റ് ഏതൊക്കെയാണെന്ന് പൈൽസ് ഫിൽ ഓയിൻമെന്റ്, പൈൽസ് ഫിൽ FILL ഓയിൻമെന്റ്, പിന്നെ FP ഫെറംഫോസിന്റെ FP ഓയിൻമെന്റ്, കൂടെ ഹോമിയോ പൈൽസ് എന്ന് പറയും, OMEO. പിന്നെ കൊടുക്കുന്നതാണ് കലൻഡുല ഓയിൻമെന്റ്. ഇതിന്റെ കൂടെ ഇനി ഓയിൻമെന്റ്സ് ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഹെമാമുലസ് ഓയിൻമെന്റ് ഉണ്ട്, എയ്സ്കുലസ് ഓയിൻമെന്റ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ കുറച്ചും കൂടി എഫക്റ്റീവ് ആയത് ഈ ഒരു 3-4 വെറൈറ്റി ആയിട്ടാണ് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. FP ഓയിൻമെന്റ് പ്രത്യേകിച്ച് ഫിഷറിന് അങ്ങനെ കുറച്ചും കൂടിയും റിസൾട്ട്സ് കിട്ടാറുണ്ട്. പിന്നെ ഈ പറഞ്ഞതാണ് ഗൺ പൗഡറും കലൻഡുല ഡ്രസ്സിംഗ് പൗഡറും. ഇത് രണ്ടും നമ്മൾ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ, അത് ഫിഷറിനാണ്. പൈൽസ് വിത്ത് ഫിഷറിൽ വിള്ളലും മുറിവോ അല്ലെങ്കിൽ ബ്ലീഡിങ് ഒക്കെ ഉള്ള കേസിൽ എക്സ്റ്റേണലി നമുക്ക് അപ്ലൈ ചെയ്താൽ എഫക്റ്റീവ് ആയിട്ട് വരാറുണ്ട്. ശൈല ഡോക്ടർ? ഓക്കെ, താങ്ക് യു ഡോക്ടർ മറിയമ്മ ജോൺ. എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ ലാസിമ വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ആദ്യമായിട്ടാണ് ക്ലാസ് എടുക്കുന്നതെന്ന് തോന്നിയില്ല, നല്ല കോൺഫിഡൻസോടുകൂടി ക്ലാസ് എടുത്തു. ആദ്യം എന്താണ് നമ്മളെ സ്ക്രീൻ ഷെയർ ഒന്നും കറക്റ്റ് ആയിട്ട് വന്നില്ലെങ്കിലും പതറാതെ നല്ല രീതിയിൽ ക്ലാസ് എടുത്തു. അപ്പൊ അതാണ് വേണ്ടത്. അപ്പൊ നിങ്ങളൊക്കെ എന്താണ് ഈ ചെറുപ്രായത്തിലും അല്ലെങ്കിൽ യുവതലമുറയൊക്കെ വളരെ ബോൾഡാണ്, കോൺഫിഡൻസോടുകൂടി നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ കഴിയുന്നു. പിന്നെ ഒത്തിരി കാര്യങ്ങൾ പൈൽസിനെ കുറിച്ചാണെങ്കിലും കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇതുപോലെ ഇനിയും വ്യത്യസ്തമായ വിഷയങ്ങളിൽ ഇനിയും ക്ലാസ്സുകളുമായിട്ട് വരിക. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഉയരാനും ക്ലാസ് എടുക്കുവാനും ഒക്കെ ഉള്ളൊരു
വേദിയായിട്ട് IFPH മാറട്ടെ. അതുപോലെ വന്നതിൽ വളരെ സന്തോഷം. ഇനിയും വരിക. ഓക്കെ, താങ്ക് യു ഡോക്ടർ. താങ്ക് യു. താങ്ക് നന്ദി യു സോ മച്ച്. നന്ദി ശൈല ഡോക്ടറെ. ഇനി നമ്മുടെ സീനിയർ ഡോക്ടേഴ്സ് ഇതിനോടൊന്ന് കൂട്ടിച്ചേർക്കണേ. ഷഫീഖ് ഡോക്ടറെ. ഷഫീഖ് ഡോക്ടറെ. കേൾക്കാവോ? കേക്കാം. അല്ല, ഈ ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നത് ഒരു വലിയ വിഷയമാണ് ഇതില്. കാരണം എന്ന് പറഞ്ഞാല് ഈ പലരും ഇതിന്റെ ട്രീറ്റ്മെന്റ് ആയിട്ട് ഈ താറാമുട്ട കഴിക്കാൻ വേണ്ടി പറയാറുണ്ട്. താറാമുട്ട കഴിച്ചിട്ട് ഈ അസുഖം കൂടിയിട്ട് ഒരുപാട് പേഷ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാ മുട്ടയും ഇതിന് കംപ്ലൈൻസ് അഗ്രിവേറ്റ് ചെയ്യും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് മുട്ട മാക്സിമം ഒഴിവാക്കുക. പിന്നെ ചിക്കനും പിന്നെ ഈ മസാലകൾ ഇതൊക്കെ വളരെ അത് നമ്മൾ ഡോക്ടറുടെ എടുത്ത് തന്നെ പറയണം. അല്ല, ഡോക്ടർ പറഞ്ഞത് നക്സോമിക്ക പറഞ്ഞായിരുന്നു. നക്സോമിക്ക പറഞ്ഞു. ഇൻഫെക്ച്വസ്. പിന്നെ ഒരു പയോണിയ എന്നും പറഞ്ഞുകൊണ്ട് ഒരു മെഡിസിൻ ഉണ്ട്. അത് നല്ല എഫക്റ്റീവ് ആണ് മ്യൂക്കസ് പൈൽസിനൊക്കെ. പയോണിയ. പയോണിയ ക്യൂ കൊടുക്കാറുണ്ട്. പക്ഷെ മിക്കപ്പോഴും ഫിസ്റ്റുല കേസിലാണ് അത് കൊടുക്കാറ്. മൈറിസ്റ്റിക്ക ക്യൂവും, അതായത് മൈറിസ്റ്റിക്ക മദർ ടിഞ്ചറും പയോണിയ ക്യൂവും കൂടിയും നമ്മൾ ഫിസ്റ്റുല കേസിലാണ് കൊടുക്കാറുള്ളത്. പൈൽസിന് അത്രത്തോളം പൈൽസിന് എഫക്റ്റീവ് ആണ്. പലരും കൊടുത്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഈ വെള്ളം കൂടുതൽ കുടിക്കാൻ പറയണം ഈ പേഷ്യന്റിന്. കാരണം ഈ മോഷൻ ടൈറ്റ് ഡ്രൈ ആവുന്ന അനുസരിച്ചാണ് ഈ ബുദ്ധിമുട്ട് കൂടുന്നത്. അപ്പൊ അതുകൊണ്ട് വെള്ളം ഒരു ദിവസം മിനിമം 10 മുതൽ 12 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം എന്നുള്ളത് എല്ലാ പേഴ്സോയും നമ്മൾ അഡ്വൈസ് ചെയ്യണം. പിന്നെ ഇലക്കറികളും മലക്കറികളും മാക്സിമം അതൊക്കെ തന്നെയാണ് ഇതിലുള്ള. പിന്നെ നോൺ വെജ് വളരെ കുറയ്ക്കുക. കഴിക്കണ്ടെന്ന് പറഞ്ഞാൽ ആരും കേൾക്കത്തില്ല, പക്ഷെ കുറയ്ക്കുക എന്ന് പറയുക. പിന്നെ ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ആയിട്ട് ചില ഫുഡുകൾ താങ്കൾ ഡയൽ ചെയ്ത നമ്പർ ഇപ്പോൾ നിലവിലില്ല. ദയവായി ഡയൽ ചെയ്ത നമ്പർ പരിശോധിക്കുക. അതായത് ചില ഫിഷ് കഴിച്ചാൽ ഇത് കൂടാറുണ്ട്. അതായത് ട്യൂണ, ഈ ചൂര എന്ന് പറയുന്ന മീന്, അയലൊക്കെ കഴിച്ചാൽ ഈ കംപ്ലൈൻസ് കൂടുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതും ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോരുത്തർക്കും പറയണം നിങ്ങൾ ഏത് ഫുഡ് കഴിക്കുമ്പോഴാണ് ഇത് അഗ്രവേറ്റ് ചെയ്യുന്ന കൂടുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെയുള്ള ഫുഡുകൾ ഒഴിവാക്കാൻ പറയുക. ഇതൊക്കെ തന്നെയാണ് ജനറൽ മാനേജ്മെന്റിൽ നമ്മൾ ചെയ്യേണ്ടത്. അത് ഈ അസുഖത്തിന് ജനറൽ മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മൾ മസ്റ്റായിട്ട് പറഞ്ഞിരിക്കണം. ഓക്കെ. ഈ ചെമ്മീനും ഒരു കാര്യം ചോദിക്കട്ടെ. ഈ മുരിങ്ങയിലേക്ക് ഒരു ലീഫ് ഇലക്കറി ആണെങ്കിലും മുരിങ്ങയിലെ ചില ആളുകളിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? അങ്ങനെയാണോ? അതാണ് ഞാൻ പറയുന്നത്. ഇൻഡിവിജ്വൽ ആയിട്ട് ചിലർക്ക് ചില സാധനങ്ങള് അവരുടെ ഡൈജഷനുമായിട്ട് ശരിയാവത്തില്ല. അതാണ് ഞാൻ പറയുന്നത്. അത് അവരുടെ അടുത്ത് പ്രത്യേകം പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കഴിക്കുമ്പോഴാണ് ഇത് കൂടുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട്. കാരണം എനിക്ക് 1-2 പേഷ്യൻസ് അവർ പറയാറുണ്ട്, ഡോക്ടറെ ഈ ചൂര എന്ന് പറയുന്ന മീൻ കഴിച്ചാൽ എനിക്ക് പിറ്റൊന്ന് പ്രശ്നമാണ്. അതേപോലെ അയല എന്ന് പറയുന്ന മീൻ കഴിച്ചാൽ, പിന്നെ ഈ പ്രോൺസ്, ഈ ചെമ്മീൻ, ഇതൊക്കെ കഴിച്ചാൽ അസുഖം കൂടുന്ന ഒരുപാട് രോഗികൾ പറയാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അതങ്ങ് ഒഴിവാക്കാൻ പറയുക. അപ്പൊ എല്ലാവർക്കും അത് പ്രശ്നം ഉണ്ടാകത്തില്ല, ചിലർക്ക്. എനിക്ക് ഷഫീഖ് ഡോക്ടർ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. പിന്നെ മുരിങ്ങയിലയുടെ ഒരു പ്രശ്നം, മുരിങ്ങക്കായും മുരിങ്ങയിലയൊക്കെ കുറച്ച് ചൂട് ഹോട്ടായിട്ടുള്ള ഫുഡാണ്. അതാണ് എന്ത് ഹോട്ടായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഉള്ളതല്ല. ചില ഭക്ഷണങ്ങൾ നമ്മളെ ഉള്ളിൽ ചെല്ലുമ്പോൾ അത് ബോഡിക്ക് ഹോട്ടായിട്ടാണ്. അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ പൈൽസിന്റെ പ്രശ്നമുള്ളവരൊക്കെ കൂടുന്നതായിട്ട് കാണാറുണ്ട്. അതിൽ എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത് സാമ്പാർ പരിപ്പ്, കടല, കപ്പലണ്ടി, അണ്ടിപ്പരിപ്പ്, ഈത്തപ്പഴം, കോഴിമുട്ട, ഇത്രയും സാധനങ്ങൾ കഴിക്കുമ്പോൾ മിക്കവാറും ഈ പൈൽസിന്റെ അത് അടുപ്പിച്ച് കഴിച്ചാൽ, വല്ലപ്പോഴും ഒന്ന് കഴിച്ചെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അടുപ്പിച്ച് കഴിച്ചാൽ തീർച്ചയായിട്ടും പൈൽസുകാർക്ക് പണി കിട്ടും. അപ്പോഴവർ ചോദിക്കും, അപ്പൊ എന്ത് കഴിക്കാം ഡോക്ടറെ? എന്തെല്ലാം കഴിക്കാം? ഇലക്കറികൾ, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, ഇതെല്ലാം കഴിക്കാം. പയറുവർഗ്ഗങ്ങളെല്ലാം കഴിക്കാം. പക്ഷെ കടലകൾ കഴിച്ചുകൂടാ. ചിലപ്പോൾ നമ്മൾ അറിയാതെ ഈത്തപ്പഴം കഴിക്കുന്നുണ്ടാവും. ഈത്തപ്പഴം പൈൽസുകാർക്ക് പറ്റിയേയില്ല. തീർച്ചയായിട്ടും അടുപ്പിച്ച് ഒരാഴ്ച കഴിച്ചാൽ ബ്ലീഡിങ് ഉണ്ടാവും. അതുപോലെ ഇതിനൊരു ജനറൽ ട്രീറ്റ്മെന്റ് ആയിട്ട് നമ്മൾ, അത് എല്ലാവർക്കും അറിയാവുന്നറിയില്ല, അത്തിപ്പഴം ഇല്ലേ, അത്തിപ്പഴം കോൺസ്റ്റിപ്പേഷൻ ഒഴിവാക്കും.
അത്തിപ്പഴം പൈൽസുകാർക്ക് ഒരുപാട് ചില പേഷ്യൻസ് ഇങ്ങോട്ട് അഭിപ്രായം പറഞ്ഞ് ഞാനത് പലരിലും പരീക്ഷിച്ചപ്പോൾ നല്ല എഫക്റ്റീവാണ്. ഈ ബവൽ മൂവ്മെന്റ് കറക്റ്റ് ആയിട്ട് നടക്കും അത്തിപ്പഴം. പിന്നെ ഈ ഒരേ കണക്കിന് ഇരുന്ന് ജോലി ചെയ്യുന്നവരടുത്ത് പറയണ പിന്നെ ടെക്നോ പാർക്കിലൊക്കെ ഉള്ള കുറച്ച് പേഷ്യൻസ് എനിക്കുണ്ട്. അപ്പൊ അവരിങ്ങനെ മണിക്കൂറുകളോളം സീറ്റിൽ ഇരുന്നാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അവരടുത്ത് പറയാണ്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഒന്ന് എണീറ്റ് ഒന്ന് നടന്നിട്ട് പിന്നെ ഇരിക്കുക. അങ്ങനെ ചെയ്തപ്പോൾ അവർക്ക് വളരെ വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് അതേപോലെ ലോങ് ട്രിപ്പൊക്കെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവേഴ്സ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത് കൂടുതൽ സമയം ഇരുന്ന് ജോലി ചെയ്യുന്നവർക്ക് ഈ അസുഖം കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ജനറൽ മാനേജ്മെന്റിൽ. ഓക്കെ. അതുപോലെ ഒരു കാര്യം കൂടിയും, നമ്മുടെ ബ്ലാക്ക് റൈസിന് ഉണ്ടല്ലോ, കറുത്ത ഉണക്കമുന്തിരി, കറുത്തത്, അത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ബൾജിങ്ങും ഒരു പരിധിവരെ ഇനീഷ്യൽ സ്റ്റേജിൽ കുറയും എന്നുള്ളത് ഒരു ഫുഡ് മാനേജ്മെന്റ് എന്ന രീതിക്ക്. തലേ ദിവസം രാത്രി ചെറു ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് നെക്സ്റ്റ് ഡേ അത് കഴിക്കുകയാണെങ്കിലും നല്ല എഫക്റ്റീവായിട്ട് വരാറുണ്ട്. അത് ബ്ലീഡിംഗ് ഉണ്ടായിട്ട് കൂടുതൽ ഇത് വരുന്ന ബ്ലഡ് ലോസ് വരുന്ന കേസിനും മാനേജ്മെന്റ് ആയിട്ട് അത് ഉപയോഗിക്കാറുണ്ട്. അതും എഫക്റ്റീവാണ്. HB ഒക്കെ കൂടും. അതെ. ഓക്കെ. അപ്പൊ നമ്മുടെ അമ്പാടിയമ്മയൊക്കെ ഉണ്ടല്ലോ മറിയമ്മ ഡോക്ടറെ. ഞാൻ കോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഷഫീഖ് ഡോക്ടറിന് വളരെ നന്ദി. തുടരണേ ഡോക്ടറെ. പിന്നെ അമ്പാടി മാഡത്തിന്റെ എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? കോസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇനി റെസ്പോണ്ട് ചെയ്യുന്നില്ലേ ഉണ്ട്. ഇനി ആർക്കെങ്കിലും ഇതിനോട് കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് വളരെ നല്ല അറിവ് 3 ഡോക്ടർമാരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. സീനിയർ ഡോക്ടേഴ്സ്. ഷാജി ഡോക്ടർ ഉണ്ടല്ലോ. ഷാജി ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ? ജയലളിത ഡോക്ടർ. നല്ല സെഷൻ ആയിരുന്നു ഡോക്ടറെ. ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാം പറഞ്ഞു. അതിന്റെ ഡിഗ്രിയും അതെങ്ങനെയാണെന്നും എല്ലാം നല്ല അസലായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന് ഒരുപാട് നന്ദി. പിന്നെ സ്ലൈഡ് കിട്ടിയില്ല എന്നുള്ളത് സാരമില്ല. എന്തായാലും ഡോക്ടർ അതെല്ലാം ക്ലിയർ ആക്കി പറഞ്ഞു തന്നു. ഇനിയും പോകെ അത് ശരിയായിക്കോളും. എനിക്ക് ഇതിൽ ആഡ് ചെയ്യാനുള്ള ഒരുവിധം എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമ്മൾക്ക് ഡോക്ടർ ബാലചന്ദ്രൻ ചാക്കായുടെ ഒരു പ്രോട്ടോകോൾ ഉണ്ടായിരുന്നു. അതായത് സിവിയർ പെയിൻ ആയിട്ട് വന്ന് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ വരികയാണെങ്കിൽ ഹെപ്പാർ 1 കൊടുത്തു കഴിഞ്ഞാൽ ഒരു 2 ഡോസ് മതി എന്നാ ഡോക്ടർ പറഞ്ഞു. ഞാൻ കൊടുത്തിട്ടില്ല. ഹെപ്പാർ 1 കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ടെന്നും നല്ല പെട്ടെന്ന് വേദന കുറയുന്നു പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കാര്യമാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്. ബാക്കിയെല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. ചിലവർക്ക് പക്ഷെ ഇലക്കറികൾ കഴിച്ചാൽ കോൺട്രാ ഇത് വരുന്നുണ്ട്, പോകൂല ശരിക്കും. ചിലവർക്ക് ഇലക്കറി കഴിച്ചാല് വേഗം പോകും. അത് നമ്മൾ ഈ അയൺ ടാബ്ലറ്റ് ഒക്കെ കഴിക്കുമ്പോഴും ചിലവർക്ക് ഉണ്ടാവാറുണ്ട്. ചിലവർക്ക് ആന്റിബയോട്ടിക്സ് കഴിക്കുമ്പോൾ അങ്ങനെ വരും. ചിലവർക്ക് ഉറക്കൊഴിച്ചു കഴിഞ്ഞാൽ വരും. ചില മെഡിസിൻസ് ഉണ്ടാവും. ചിലവർക്ക് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പോകൂല. അങ്ങനെ ഓരോരോ വ്യത്യാസങ്ങളുണ്ടല്ലോ. നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഈ പോകുന്ന മോഷനും വ്യത്യാസം വരും. പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പോവാതെയും ബാക്കിയുള്ളവര് അടുത്ത് നിൽക്കുമ്പോ പോകാത്തതും ഇല്ലേ. അംബ്രാഗ്രീസ് എന്ന് തോന്നുന്നത് ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ പോകില്ല എന്നുള്ളതുകൊണ്ട്. സ്വന്തം വീട്ടിൽ വിരുന്നുകാർ വന്നാൽ പോകൂല. അപ്പൊ അങ്ങനത്തെയൊക്കെ സിംറ്റംസ് വെച്ചൊക്കെ നമുക്ക് അതൊക്കെ അതിൻ്റെതായ, നമുക്ക് എന്തിനും ഏതിനും നമുക്ക് മെഡിസിൻ ഉണ്ടല്ലോ. അലോപ്പതി പോലെയല്ല, എന്ത് കാര്യം പറഞ്ഞാലും പേഷ്യന്റ് വന്ന് പറഞ്ഞാലും നമ്മൾക്ക് മെഡിസിൻ ഉണ്ട്. ബാത്റൂമിൽ ഇരുന്ന് വേർക്കുമ്പോ വയറ്റിൽ നിന്ന് പോകുമ്പോൾ ഒരു വേർപ്പ് മാത്രം വരണമെങ്കിൽ നക്സാണ് അതിൽ ഇൻഡിക്കേഷൻ പറഞ്ഞത്. അങ്ങനെ ഈച്ച് ആൻഡ് എവരി സിംറ്റംസിനും നമ്മൾ നല്ലപോലെ റെഫർ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് ബുക്സ് ഉണ്ട്. അതിൽ നിന്ന് ഒരുപാട് മെഡിസിൻസ് നമ്മൾക്ക് കിട്ടും. അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ ചെറിയൊരു അറിവ്. താങ്ക് യു ഡോക്ടറെ. നല്ല സെഷൻ ആയിരുന്നു. നിങ്ങൾ ഇനിയും മുന്നോട്ട് വരട്ടെ. താങ്ക് യു. നന്ദി ജയലളിത ഡോക്ടറെ. അതുപോലെ ഡോക്ടറെ, ഈ ഏത്തപ്പഴവും കട്ടൻ ചായ ഒഴിവാക്കാൻ ഞാൻ പറയാറുണ്ട്. രണ്ടും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കാറുണ്ട് തീർച്ചയായിട്ടും. കട്ടൻ ചായ പാലൊഴിക്കാതെ, ഇത് രണ്ടും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കാൻ
സാധ്യതയുണ്ട്. അത് ഒഴിവാക്കുന്നതും നല്ലതെന്ന് തോന്നുന്നു. ഇനി നമുക്ക് 3 മിനിറ്റേ ഉള്ളൂ. ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഡോക്ടർ ഈ ഫിസ്റ്റുലയും പൈൽസും പിന്നെ ഫിഷറും 3 കൂടെയുള്ള സെക്ഷനിലാണ് ജോലി ചെയ്യുന്നത് അല്ലേ, ഇപ്പം വർക്ക് ചെയ്യുന്നത്? അതെ 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 അതെ. ഫിസ്റ്റുല കേസൊക്കെ സക്സസ്ഫുൾ ആണോ? നമുക്ക് സമയം കുറവാണെങ്കിൽ ഒന്ന് റഫായിട്ട് പറഞ്ഞാൽ മതി. ഡോക്ടറെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു പറഞ്ഞല്ലോ, എവിടെയാണ്, ഏത് ഹോസ്പിറ്റലാണ്, അവിടെ എന്താ, അതുകൂടെ ഒന്ന് പറയണേ. പാണ്ടിക്കാടുള്ള ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റലാണ് വർക്ക് അതെവിടെ? ചെയ്യുന്നത്. പാണ്ടിക്കാട്, മലപ്പുറം. മലപ്പുറമാണ്. അവിടെ എല്ലാ ഡിപ്പാർട്ട്മെന്റും ആയിട്ടുണ്ടോ? എങ്ങനെയാണ് ഡോക്ടർ? അതെ അതെ, ഗൈനക്ക് ഉണ്ട്, അലർജി ഉണ്ട്. നമ്മളൊരു ഡോക്ടർ ബാസിലാണ് MD, ബാസിൽ ഡോക്ടർ. പിന്നെ നമ്മൾ ഡെയിലി ഒരു 15 ഡോക്ടേഴ്സ് ഒക്കെ വരുന്നുണ്ട്. വിസിറ്റിംഗ് വീക്ക്ലി ട്വൈസ് വരുന്ന ഡോക്ടേഴ്സ് ഉണ്ട്. ഓൺലൈൻ മാത്രം ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ട്. അങ്ങനെ നിയർലി ഒരു 40-50 ഡോക്ടേഴ്സിന്റെ ഒരു കൂട്ടായ്മയില് ഉണ്ടോ? IP ഉണ്ടോ? ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. ഒരു കോവിഡ് വന്നതിന് ശേഷം പിന്നെ സ്റ്റോപ്പ് ചെയ്തു. ഇപ്പം OP മാത്രമേ ഉള്ളൂ. നന്ദി ഡോക്ടർ. ഏതായാലും നമ്മൾക്ക് ഇനി 1 മിനിറ്റേ ഉള്ളൂ. അടുത്ത പ്രാവശ്യം ഫിഷറുമായിട്ടും കൂടെ വന്നാൽ ഉപകാരമായിരുന്നു. ഫിഷർ മാത്രമല്ല, ഫിസ്റ്റുലയാണ് ഒരു എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ളൊരു. അതെ അതെ, കൂടെ അടുത്ത ക്ലാസ് ആയിട്ട് എടുക്കണം. എന്തായാലും 1 മിനിറ്റേ ഉള്ളൂ. ശൈല ഡോക്ടർക്ക് നന്ദി പറയണേ. ഓക്കെ, നന്ദി എന്തായാലും പറയണമല്ലോ. ഇവരൊക്കെ ഇങ്ങനെ വരുന്നത് കാണുമ്പോഴേ വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഇനിയും IFPHൽ മറ്റു വിഷയങ്ങളുമായിട്ട് ക്ലാസ് എടുക്കാൻ വരിക. വളരെ സന്തോഷം. ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് പുതിയ ആൾക്കാർ വരുന്നുണ്ട്. വെറൈറ്റി ക്ലാസ്സുകളായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. വളരെ സന്തോഷം. IFPHന്റെ പേരിൽ ഡോക്ടർ ലാസിമയ്ക്ക് എല്ലാവിധ ആശംസകളും നന്ദിയും രേഖപ്പെടുത്തുന്നു. താങ്ക് യു. എനിക്കും അതായത് ഇതുപോലെ ഒരു സെഷനിൽ ഞാൻ ചോദിച്ചപ്പോഴേക്കും ഒരു ചാൻസ് തന്നതിനും, ഞാൻ തുടക്കത്തിലേ പറഞ്ഞു എന്റെ ഫസ്റ്റ് ക്ലാസ് ആണ്, എങ്ങനെ ഇരിക്കുന്നു എനിക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷെ നല്ല സപ്പോർട്ടീവായിട്ട് തന്നെ ഉണ്ടാക്കിയ PDF ആയതുകൊണ്ടായിരിക്കണം കുറച്ചധികം പോയിന്റ്സ് മിസ്സായി എന്നുള്ളത് ക്ലാസ് എടുത്ത് കഴിഞ്ഞ്. പക്ഷെ അറിയുന്ന പോയിന്റ്സ് ആണ് മിക്കതും. എങ്കിൽ കൂടി അത് എന്തോ ഒരു കണ്ടിന്യൂറ്റി കുറച്ചിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിസ്സായി പോയി. പിന്നെ അതുമല്ല ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ എനിക്ക് എന്റെ PDF ഫയൽ ഷെയർ ചെയ്യാനും പറ്റിയിട്ടില്ല. അതിലും ഞാൻ കുഴപ്പമില്ല തന്നെ, ഞാൻ തന്നെ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ നന്നായിട്ട്. ബുദ്ധിമുട്ട് വന്നിട്ടില്ല ഡോക്ടറെ? ഡോക്ടർ അങ്ങനെ ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല. ഓക്കെ, അതുപോലെ തന്നെ ഇന്ന് ഈ IFPHൽ ക്ലാസ് കേൾക്കാനായി ഉണ്ടായിരുന്ന എല്ലാ ഡോക്ടേഴ്സിനും ഹോമിയോപ്പതി സ്നേഹികൾക്കും നന്ദി പറഞ്ഞുകൊള്ളുകയാണ്. നമസ്കാരം. നന്ദി ശൈല ഡോക്ടറെ. ഇതില് നമുക്ക് ബേസൽ ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയണം. കാരണം ഇത്രയും ജൂനിയർ ഡോക്ടേഴ്സിന് ട്രെയിനിങ് കിട്ടുകയും നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യുന്നത് ഡോക്ടർക്ക് പ്രത്യേകം ഒരു നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിൽ കൂടുതൽ ഈ ക്ലാസ്സിൽ കൂടുതൽ ആഡ് ചെയ്ത് ശൈല ഡോക്ടർക്കും ഷഫി ഡോക്ടർക്കും ജയലളിത ഡോക്ടർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. വീണ്ടും അടുത്ത നല്ലൊരു ക്ലാസ്സുമായിട്ട് വരണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ലാസിമ സാദിഖ് ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ഈ 1822 പ്രതിദിന വെബിനാർ നല്ല ഭംഗിയായിട്ട് നടന്നു. ഇന്ന് നമുക്ക് ഈ വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും ഒരിക്കൽ കൂടി നമ്മളുടെ ആഘോഷ പരിപാടിയെ ഓർമ്മിപ്പിക്കുകയും കൂടി ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ സൂം വെബിനാർ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ശുഭരാത്രി.